ഹായ് ഗൈസ് അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു മാവേലി വരുന്ന പോലെ വന്നിട്ട് ഞങ്ങൾ ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അല്ലേ ബേബി? അതെ, വീഡിയോസും ഞങ്ങളൊന്നും വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഞങ്ങൾ മാക്സിമം ഷോർട്സ് ഇപ്രാവശ്യം ഇടുന്നുണ്ട്. ഇപ്രാവശ്യം അല്ല, ഇപ്പൊ ഞങ്ങൾ ഷോർട്സിൽ നല്ല ആക്റ്റീവ് ആണ്. നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഷോർട്സ് ഒക്കെ മാക്സിമം ഞങ്ങളെ കൂടെ ടൈം ഉള്ള, അതായത് എന്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഷോർട്സ് പറയുമ്പോൾ കുറച്ചൊരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ടൈം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എടുത്താൽ മതി. വ്ളോഗ് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം മൊത്തം അതല്ല, നമ്മൾ വ്ളോഗ് പറയുമ്പോൾ കണ്ടന്റ് അത്രയും വേണം. ഒരു കുറച്ച് മണിക്കൂർ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു 15 മിനിറ്റെങ്കിലും വ്ളോഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോർട്സ് മാക്സിമം ഇട്ട് വ്ളോഗ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ലോവേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലോവേ ഹോം ടൂർ ആണ്. ഹോം ടൂർ വീഡിയോ, നമ്മുടെ പുതിയ വീടിന്റെ എന്താ പറയുക, ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ എല്ലാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാം. എന്തുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ വീട് മാറുന്നതിന്റെ ഒക്കെ കുറച്ചധികം എല്ലാ പ്രാവശ്യത്തിനും വെച്ച് കൂടുതൽ തിരക്ക് ഈ ഒരു പ്രാവശ്യമായിരുന്നു. ഇപ്പൊ ഞങ്ങള് ചേഞ്ച് ആയിട്ട് ഇപ്പൊ എത്രാമത്തെ വീടാണ് ബേബി? ഇപ്പോ 1 2 3 ഒരു 5-6ാമത്തെ വീടെന്തോ തോന്നുന്നു. 5-6ാമത്തെ വീടാണ് ഏകദേശം ഒരു ഇത് കേട്ടാ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം ഇതുവരെയുള്ള അവിടെയൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യും, പക്ഷെ അവിടെ ഒന്നും സെറ്റ് ചെയ്യില്ല. കുറച്ച് പകുതി അവിടെ മാറ്റി ഞങ്ങൾ സാധനങ്ങളൊന്നും സെറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം മാറ്റുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും നമ്മൾ ലാസ്റ്റ് ഫൈനലി ഞങ്ങളൊന്ന് ആഞ്ഞ് പിടിച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ വന്ന് ഇവിടെയും സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണമൊക്കെ തീർത്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. മെയിൻ ടാസ്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് വീട് നോക്കലായിരുന്നു. അത് ഇപ്രാവശ്യം അല്ല, ശരിക്കും അത് തമാശക്ക് പറയല്ലേ, ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾ നോക്കി വീടൊക്കെ എണ്ണ ഞങ്ങൾ നോക്കിയ സമയത്ത് 20ന് മേലെ വീട് ഞങ്ങൾ ഇപ്രാവശ്യം നോക്കിയിട്ടുണ്ട് അവേ. അപ്പോൾ ഫൈനലി ഒന്ന് ഞങ്ങൾ തന്നെ ഒരു ബസ് കൊണ്ടിട്ടാ. അതായത് ഫൈനലി കുറേ ബ്രോക്കർമാർ പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെയാണ് ലാസ്റ്റ് വീട് സെറ്റ് ആക്കിയത് അല്ലേ. അതായത് ഒന്നില്ലെങ്കിൽ പേയ്മെന്റിനനുസരിച്ചിട്ട് വീട് ഉണ്ടാവില്ല. ചിലപ്പോൾ വീട് നമുക്ക് സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും, ചിലപ്പോൾ നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ടുള്ള റൂംസും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ഞങ്ങൾക്ക് ഒന്നും സെറ്റ് ആയില്ല. ലാസ്റ്റ് ബേബിയാണ് കേട്ടോ, ബേബി തന്നെ നോക്കിയിട്ട് കണ്ടുപിടിച്ചു. ലാസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്താണ് ലാസ്റ്റ് ഒന്ന് സെറ്റ് ആയി ഗൈസ്. അപ്പോൾ ഇതാ ഇവിടെ ചിങ്കടും ഉണ്ട്, അമ്മയും ഉണ്ട് കേട്ടോ. ഇവിടെ ചിങ്കട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാലോ അവേ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടാ നമ്മുടെ ഫ്രണ്ടേജ്. ഇതാണ് നമ്മളുടെ വീഡിയോ. എല്ലാ വീഡിയോയിലും പറയണ പോലെ ഞങ്ങൾ എവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കുന്നവർ അങ്ങനെ, ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, അല്ലാത്തവർക്കൊന്നും മനസ്സിലാകില്ല. അപ്പൊ ഇതാണ് ഫ്രണ്ടേജ് അല്ലേ. പിന്നെ എല്ലായിടത്തെയും വെച്ച് ഞങ്ങൾക്ക് കൂടുതൽ ബേബിക്ക് മെയിനായിട്ട് ഈ കാർ പാർക്കിംഗ് സമാധാനത്തോടെ കയറ്റി നിർത്താൻ പറ്റിയൊരു, അതായത് ഞങ്ങൾ എല്ലാം അവിടെ ഇരിക്കുന്ന എവിടെയാണെന്നുണ്ടെങ്കിൽ കാർ എടുത്തതിന് ശേഷം നമ്മൾ കാർ നിർത്തി നമുക്ക് വീട്ടിൽ ഫ്രണ്ടിൽ സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല ഗൈസ്. കാറിന് വേണ്ടി സെപ്പറേറ്റ്, ബൈക്കിന് വേണ്ടി സെപ്പറേറ്റ് കാണിച്ചത് ഗൈസ്. അപ്പൊ ഇതാണ്ടാ നമ്മുടെ കാറിന് അമ്മയുണ്ട്. അതെ, അമ്മയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇല്ല അല്ലേ, ഇപ്രാവശ്യത്തെ നമുക്കൊന്നും അമ്മയുണ്ട്. അപ്പൊ നമുക്ക് കാറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇവിടെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ സേഫാണ് നമുക്ക്. അത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇത്രയും സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഇതാ ബൈക്കും പിന്നെ അതുപോലെ തന്നെ ചിങ്കുടുവിൻ്റെ വണ്ടിയും കൂടി നിർത്താൻ ഇവിടെ ഒരു ഷെഡ് ഉണ്ട്. പിന്നെ സ്കൂട്ടിയുണ്ട്. പിന്നെ ലിസനെ സെറ്റാക്കി ഇവിടെ. പിന്നെ പൂച്ചക്കുട്ടികൾ ഗൈസ് ഇതാ ഇവിടെ സൈഡ് ഉണ്ട് കേട്ടോ. പൂച്ചക്കുട്ടികൾ ഇവിടെ അത്യാവശ്യം പെരുമാറാനും കാര്യങ്ങളൊക്കെ നല്ല സ്ഥലമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിനില്ലേ, നമ്മൾക്ക് മറ്റേ നമ്മുടെ പഴയ ലിസ ഉണ്ടായിരുന്ന അറിയില്ല എല്ലാവർക്കും, ആൾ പോയതിൻ്റെ അറിയില്ല. അപ്പോൾ അത് മെയിൻ ചൂടിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല, നല്ല തണുപ്പാണ് അവൻ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുപോലെ ഇവിടെ വന്നിട്ട് കിണറും ഉണ്ട്, അതുപോലെ തന്നെ ബോർവെല്ലും ഉണ്ട് കേട്ടോ. അതായത് കിണർ ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മളുടെ കാർ ഷെഡിൻ്റെ തൊട്ട് തന്നെ ഇവിടെ നമുക്കൊരു കിണറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഇത് അവിടെ ഒരു ബോറിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവൻ. അപ്പം ഇനി നെക്സ്റ്റ് ഉള്ളിൽ കയറിക്കോ അവൻ. ഇതാണ് നമ്മളുടെ സിറ്റ് ഔട്ട് അല്ലേ. നല്ല രസമാണ് കേട്ടോ. നല്ല തണുപ്പാണ്, അത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് 2 പ്ലാന്റ് ഒക്കെ മേടിച്ച് 2 സൈഡ് സെറ്റാക്കിയില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നല്ല, ഞങ്ങൾ മൊത്തത്തിൽ വീട് ചേഞ്ച് ആയപ്പോൾ മുതൽ സെറ്റ് ചെയ്താണല്ലോ. ഇനി നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോൾ ഗൈസ്. അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ലൈറ്റ് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചല്ലോ. ഇനി വെച്ച് തുടങ്ങിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നത്തെയും വെച്ചിട്ട് കുറച്ച് സൗണ്ടിൽ പറഞ്ഞോ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്നത്തെയും വെച്ചിട്ട് കൂടുതൽ സാധനങ്ങൾ ഇപ്രാവശ്യം ഉണ്ട് ഇല്ലേ ബേബി? അതെ. കുറച്ച് കത്തിച്ച് കളയാനും എല്ലാം അല്ലേ? ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കാനും എല്ലാം മൊത്തത്തിൽ കുറച്ച് സാധനങ്ങൾ കൂടുതലാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ അതൊക്കെ പാക്ക് ചെയ്ത് എങ്ങനെയൊക്കെയോ റെഡി ആക്കി, അല്ലെങ്കിൽ ഹാളൊന്നും ഇങ്ങനെയല്ല കിടക്കുക അല്ലേ, മൊത്തത്തിൽ കുളമായിരിക്കും. പിന്നെ അതുപോലെ ഇതാ ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഷെൽഫ്, മെയിൻ ഞങ്ങൾ ഇതൊക്കെയാണ് നോക്കുക അല്ലേ. പക്ഷെ അത് നമുക്ക് ഇവിടെ സെൽഫ് നമുക്ക് പ്ലേ ബട്ടൺ, നമ്മൾക്ക് മുമ്പ് ഇരുന്ന് അവിടെ പ്ലേ ബട്ടൺ എടുത്തു വെച്ചിരിക്കുന്നല്ലോ. ഞങ്ങൾക്ക് നല്ല സങ്കടമായിരുന്നു അത് വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ. ഞാൻ ഇവിടെ വന്നത് ഫസ്റ്റ് കൊണ്ടുവന്ന് വെച്ച പ്ലേ ബട്ടൺ അല്ലോ. പിന്നെയാണ് ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടാ റൂമിലേക്ക് പോവാം. ബാ നടന്നോ ഗൈസ്. അപ്പൊ നെക്സ്റ്റ് ഞങ്ങളുടെ റൂമിലോട്ട് പോവാം ഗൈസ്. നടക്ക്. ഇതാണ് നമ്മളുടെ വലിയ സ്പേസ് ഒന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു ഇതില്ലേ. അതെ, ഞങ്ങൾക്ക് എന്താ പറയാ ബുദ്ധിമുട്ടും ഇല്ല, എന്നാലും നമുക്ക് എല്ലാ സാധനങ്ങളും ഒതുക്കാനും പറ്റിയ പോലത്തെ ഒരു റൂമാണ് കേട്ടാ. പിന്നെ അതുപോലെ ഇവിടെ കട്ടില്, പിന്നെ അതുപോലെ മെയിൻ ഇവിടെ അല്ലേ ഇത് അലമാറ വന്നിട്ട് ഇവരുടെ തന്നെയാണ് അല്ലേ. അത് മെയിൻ ആയിട്ട് ഒന്ന് പറയണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഞങ്ങൾ വീട് നോക്കാൻ വന്നപ്പോൾ ഇവിടെ ഫുൾ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം ഞങ്ങളുടെ ഇട്ടവിടെയൊക്കെ ഫുള്ള് ഇവരെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു അവരോടൊരു ഇത് പറഞ്ഞ് ഞങ്ങളൊന്ന് മാറ്റി തരാണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അവർ സാധനങ്ങളൊക്കെ മാറ്റി തന്നു. നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു റൂം ഉണ്ട്, ആ റൂമിലേക്ക് എല്ലാം കൂടെ ഷിഫ്റ്റ് ആക്കി. പിന്നെ നമുക്ക് അലമാരയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാത്രം ഇവിടെ വെച്ചല്ലോ അപ്പോൾ അതാ ഒരു അലമാര ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ ആണ് കേട്ടോ, ചിങ്കുടിന് മാത്രം കിടക്കണത് വേറെ ഒന്നും വിചാരിക്കുന്നത് ഇപ്പൊ തൽക്കാലം ഇത് മാത്രം കാണുമ്പോൾ എന്തായാലും ബോറായിട്ടേ തോന്നുന്നുള്ളൂ. അതെ, പക്ഷെ ഞങ്ങൾ മാക്സിമം എല്ലാം നീറ്റാക്കി വെച്ചാണല്ലോ. പിന്നെ ഇതാ ചിങ്കുടൂരിന് ഞങ്ങൾ മൊത്തം പാക്ക് ചെയ്തു, ഒരു ബോക്സിലാക്കിയല്ലോ. മറ്റേ നമ്മള് മറ്റേതിലൊക്കെ വെക്കണേക്കാളും കൂടുതൽ ഒന്നും കൂടി ഇതിൽ വെക്കുമ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് സാധനങ്ങളൊക്കെ വെക്കാൻ കറക്റ്റ്. അതെ ഗൈസ്, അപ്പൊ റൂമിൽ നിന്ന് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാത്റൂം, നമ്മുടെ കോമൺ ബാത്റൂം. ഇതൊക്കെ ഞങ്ങൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താണല്ലോ. നെക്സ്റ്റ് ആയില്ല. പിന്നെ ഇവിടെ വാഷ് ബേസിന്റെ ഏരിയ ഉണ്ട് കേട്ടോ, ഈ ഗ്യാപ്പിൽ തന്നെ. പിന്നെ ഞങ്ങള് മെയിന് ഇപ്പൊ എത്രയായി, ഒരു മാസം ആവാനായിട്ടുണ്ടാവും. ഞങ്ങളുടെ തിരക്ക് കൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് ഒതുക്കേണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് മുന്നേ ഹോം ടൂർ ഇടാൻ പറ്റിയില്ല. അതായത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം മെയിനായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നത്തെയും പോലെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിട്ട് മെല്ലെ മെല്ലെ ചെയ്യാന്നുള്ളൊരു ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യോടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ കയ്യോടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് ഇപ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചത്. നല്ലൊരു തീരുമാനമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മൊത്തത്തിലൊന്നും വീട് ഒതുങ്ങിയില്ല. ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാ റൂമിൽ കയറ്റും എന്നിട്ട് അവിടെ നിന്ന് എടുക്കാൻ നോക്കും, പക്ഷെ അത് എങ്ങനെയാണെങ്കിലും അത് തീരില്ല. നമ്മൾ കയ്യോടെ ചെയ്യുമ്പോൾ പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നന്റും കൂടെയാണ്. അതെ, നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് നല്ലതാണ്. അപ്പൊ ഗൈസ് ഇതാ നെക്സ്റ്റ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. ഇത് ടേബിള് ഞങ്ങൾ മേടിച്ചതല്ല, ഇതിലൊന്നും ഇരുന്ന് കഴിക്കില്ല. ഞങ്ങള് അവിടെ പോയിട്ട് ടി വി കാണുന്ന സമയത്ത് സെറ്റിയിലൊക്കെ ഇരുന്നിട്ടൊക്കെ കഴിക്കുക. പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ടേബിൾ ആവശ്യം പറയുന്നത് വീഡിയോ പർപ്പസിനൊക്കെ ആണല്ലേ. വീഡിയോ ഒക്കെ എന്തെങ്കിലും എടുക്കുമ്പോൾ ഇത് ചില സമയത്ത് ഞങ്ങൾ ആവശ്യം വരും, പക്ഷെ എന്നാലും ഞങ്ങൾ മേടിക്കാറില്ല. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മേടിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്തൊരു ഇതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ടേബിളും ഞങ്ങളും മേടിക്കാതെ ഇരുന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വേറെ മേടിക്കണല്ലോ. അപ്പോൾ ഇത് അവരുടെ ടേബിൾ തന്നെയാണ്, അത് ഇവിടെ തന്നെ ഇട്ടോ ഞങ്ങൾ പറഞ്ഞു. അപ്പം നമ്മളത് പൊന്നു പോലെ സൂക്ഷിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാറില്ല. മെയിനായിട്ട് വീഡിയോ എന്തെങ്കിലും എടുക്കുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഫുഡൊക്കെ ഞങ്ങൾ എപ്പോഴും ഹാളിൽ തന്നെ ഇരുന്ന് കഴിക്കുള്ളൂ. പിന്നെ മെയിൻ അറിയാലോ, കുട്ടികളുള്ളവിടെ ഒന്നും കൂടെ നമ്മൾ പേടിക്കുക തന്നെ വേണം. കെയറിങ് കുറച്ച് കൂടുതൽ വേണം. കുറുമ്പുകളൊക്കെ കൂടുതൽ ടൈമാണ് അല്ലേ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. പിന്നെ അതുപോലെ ഇതാ നമ്മുടെ ഫ്രിഡ്ജ് ഒഴിഞ്ഞു കിടക്കണേ, ഫ്രിഡ്ജ് ഇത് അവിടെ സെറ്റ് ആക്കിയിട്ടാ. പിന്നെ മെയിനായിട്ട് വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാല് നമ്മളിതാ ഇവിടെ ഒരു സെൽഫും കൂടി ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ നെറ്റ്സുകളാണ്, പക്ഷെ എന്റേന്ന് പറയാൻ പറ്റില്ല. നെറ്റ്സ് ഗൈസ്, പ്രഗ്നൻസി പ്രിപ്പറേഷൻ ഒരു വീഡിയോ ഇട്ടതിൽ ഞാൻ പറഞ്ഞിരുന്നു ആവശ്യം ഇത് കഴിക്കോ ഇല്ല എന്നുള്ള. അപ്പൊ അതിന്റെ ഈ നെറ്റ്സ് ഇത്ര ഇല്ലേ, അപ്പൊ ഇതിനെന്താ അപ്ഡേറ്റ് ഞങ്ങൾ വഴിയ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. അപ്പൊ അതിനുശേഷം ഞങ്ങളിതാ ഇത് മെയിനായിട്ടൊന്ന് പറയണോ, എങ്ങനെ നിൽക്ക്. ഇതാണ് മേലെ മൊത്തം സാധനങ്ങൾ. ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾ കഴിഞ്ഞ വീട് മാറലിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് തന്നെ കഴിഞ്ഞത് മുതൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പോകാനും സുഖമാണ്, അതുപോലെ തന്നെ പൊടിയും കാര്യങ്ങളും അധികം ഉണ്ടാവില്ല എന്നുള്ളതിലോ. അഭിപ്രായം ഞങ്ങൾ തീരുമാനിച്ചു അന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് റാപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഫുള്ള് ഞങ്ങൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഫുള്ള് റാപ്പ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഒഴിയണ സമയത്ത് അങ്ങനെ എടുത്തിട്ട് പോവാം. ജസ്റ്റ് ഒന്ന് പൊടിയൊന്ന് മേലാടെ ഒന്ന് തട്ടി വിട്ടാൽ മതി. ഉള്ളിക്ക് ഒന്നിനും എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വിചാരിച്ച് അത് നല്ലൊരു തീരുമാനമാണെന്ന് തോന്നി. അപ്പൊ ഇനി നെക്സ്റ്റ് പോവേ പൊയ്ക്കോ. ഇത് ഒരു ചെറിയൊരു സ്റ്റോർ റൂം ആണ്. ഇവിടെ വന്നിട്ട് കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. ക്ലിയർ ചെയ്യാൻ പറഞ്ഞാൽ ഡ്രസ്സുകൾ വാഷ് ചെയ്യാനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
ഇത് മൊത്തം ഉള്ളത് പറയല്ലോ അല്ലേ ബേബി, ഇത് മൊത്തം വാഷ് ചെയ്യാനുള്ളതാണ് അല്ലേ? അതന്നെ വാഷിങ്ങിന്റെ ഒരു ക്ലിയറിംഗ് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ, ബാക്കി എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. ഞങ്ങൾ ചേഞ്ച് ആവുന്ന ടൈമിൽ മാറ്റി ഓരോട് പോയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി ഇട്ട ഡ്രസ്സുകളാണ്, അവിടെ നിന്ന് തിരുമ്പാത്ത ഡ്രസ്സുകളാണ്. ഇനി വേണം ഓരോന്നത് ചെയ്യാൻ. എന്നാലും ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടല്ലേ കുറച്ചൊക്കെ തിരുമ്പാൻ വേണ്ടി. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട് മാറുന്ന ടൈമിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഇടുമ്പോൾ ഞങ്ങൾ 2 മണി 3 മണി ആ ടൈമിലേക്കാണ് വീട് മാറുന്നതിൻ്റെ ഇതിൽ ഞങ്ങൾ മൊത്തം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ തിരുമാനും കാര്യങ്ങളൊന്നും ടൈം കിട്ടാറില്ല അല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒക്കെ ക്ലിയർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എല്ലാം ചെയ്യേ. അതെ, വേറെ ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെ വൃത്തിയായി ചെയ്യണല്ലോ. അമ്മയും കൂടെ ഉള്ളത് കൊണ്ട് ചിങ്കുവിനെ നോക്കാനും കുറച്ച് ഹെൽപ്പിംഗ്. അപ്പൊ അതുകൊണ്ട് അമ്മ ഉള്ളതുകൊണ്ട് ചിങ്കുവിനെ മാനേജ് ചെയ്യും, ഞങ്ങള് ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല സ്പീഡപ്പായി ചെയ്യാൻ അങ്ങനെ ചെയ്യാറ്. പിന്നെ നെക്സ്റ്റ് കിച്ചൺ. ലൈറ്റ് ഉണ്ടല്ലോ. ലൈറ്റ് ഉണ്ട് കിച്ചണില്. ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു, വെള്ളത്തിൽ കളിച്ചിട്ട് വന്നിരിക്കുന്നു. അവിടെ കളിച്ചിട്ടേ വെള്ളത്തിൽ കളിച്ചിട്ട് വന്നിരിക്കുന്നു ഗൈസ്. അപ്പൊ ശരി പൊയ്ക്കോ, കാലി കളിച്ചു പൊക്കോ. കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ, അതായത് ഒരുപാട് വലുത് എന്ന് പറയാനൊന്നും ഇല്ല അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള. പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെക്കാൻ കുറച്ച് സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ സ്റ്റാൻഡ് മേടിച്ചു. അപ്പൊ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വെക്കാലോ. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വരുമ്പോ എല്ലാം മേലെ എടുത്ത് വെച്ചു അല്ലേ ബേബി? അതായത് ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചു, അതുപോലെ ഇവിടെയും വെച്ചു. അപ്പം ഇങ്ങനെ നമുക്ക് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. മറ്റേ ഈ സൺഷെയ്ഡിൻ്റെ ഉള്ളിക്കുള്ളത് കൊണ്ട് നമുക്ക് വലിയ പിന്നെ ഫാമിലി കൂടുതലുള്ളവർക്ക് കുറെ എടുത്ത് പുറത്തിടേണ്ടി വരും. പിന്നെ ഞങ്ങൾ ഇവിടെ ഇത്രയല്ലേ ഉള്ളൂ. അപ്പം അത് കാരണം ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് പുറത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ പാത്രം സ്റ്റാൻഡൊക്കെ മാറ്റി അല്ലേ. വേറൊരു സംഭവം ഉണ്ടായിരുന്നു, വേറൊരു സ്റ്റാൻഡ് ആക്കിയിട്ടാ. അപ്പോൾ ഗ്യാസും ഞങ്ങളത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി കൂടെയൊക്കെ മാറ്റി. ഞങ്ങൾ ഇപ്രാവശ്യം കറണ്ട് അടുപ്പും പുറത്തന്നെ വെച്ചുല്ലോ അവ. കാരണം അത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ തോന്നി. അത് യൂസ് ചെയ്തതിന് നമുക്ക് ഗ്യാസിന്റെ കുറച്ചത് കുറയ്ക്കാൻ പറ്റും. അടുപ്പ് കത്തിക്കണില്ലല്ലോ അല്ലേ, ഇതല്ലേ നമ്മൾ യൂസ് ചെയ്യണല്ലോ. അപ്പൊ അത് കാരണം പെട്ടെന്ന് തീരും. അപ്പോൾ ചുടുവെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ വെക്കാന്ന് വിചാരിച്ചിട്ട് അത് ഇപ്രാവശ്യം പുറത്താക്കി. ഇനി നെക്സ്റ്റ് പോയിക്കോ. പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് കുറേ നേരമായി ഗൈസ്. ഇതൊരു ഏരിയ ഉണ്ട്, അതായത് ഇതെന്താ ഇതിന് പറയാന്നറിയില്ല. അടുക്കളുടെ പുറത്തൊരു കുറച്ച് സ്ഥലമാണ് അല്ലേ അവേ, എന്ത് പറയും? വർക്ക് ഏരിയ. അത് വർക്ക് ഏരിയ അങ്ങനെ. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഇവിടെ നമ്മള് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാൻ വാഷിംഗ് മെഷീനൊക്കെ വെക്കാം. വർക്ക് ഏരിയ തന്നെയാണ്. എന്തുമാ വെള്ളത്തിൽ കളിച്ചിട്ട് വന്നിരിക്കുക തോന്നുന്നു. എന്നിട്ട് ചൂച്ചി ചിങ്ങറിനെ കണ്ടിട്ട് കൊറേ ഇല്ലേ. എവിടെ ചൂച്ചിയടാ? ആടാ ചൂച്ചി വെള്ളത്തിൽ കളിച്ചാ? എവിടെ കളിച്ചു കുട്ടി? എവിടെ? കാലിലാ? തണുപ്പുണ്ടല്ലോ. ഗൈസ് ചിങ്കടുമില്ലേ ഇപ്പൊ അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടില്ല. അല്ല പൊതുവെ അവള് 1 വയസ്സാവണതിന് മുന്നേ തന്നെ മാക്സിമം അല്ല നമ്മൾ വീഡിയോസ് അധികം അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നില്ല. പക്ഷെ എന്നാലും ചിങ്കു ഇപ്പൊ മാക്സിമം എല്ലാം കവറപ്പ് ചെയ്ത് വരുന്നുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ നല്ല സംസാരിക്കും ആള്. പിന്നെ നമ്മളുടെ മോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ. പിന്നെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ്ട കുടവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ഒതുക്കാനൊരു സ്ഥലം ഉണ്ടല്ലോ അവ. പിന്നെ അവിടെ ഓപ്പൺ ആയിരുന്നു കേട്ടോ ഇത്. അപ്പൊ അവര് ഓപ്പൺ ആയി കിടക്കണത് കൊണ്ട് എന്താണ് ഇവിടെ ഒരു ഡോറ് വെച്ച് തന്നു കേട്ടോ അവര്. അതുപോലെ തന്നെ കിണറിൽ ഗ്രില്ല് ഇട്ട് തന്നു. കാരണം കുട്ടിയുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് അല്ലേ. അപ്പൊ ഇത് അവിടെയൊക്കെ ഡോറും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. ബാത്റൂം ഉണ്ട്. അതെ, ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് ഭാഗം. പിന്നെ സ്പേസ് കോമൺ ബാത്റൂം പോലെ ഉണ്ട്, അതായത് ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ യൂറോപ്യന്. പിന്നെ നമുക്കിത് അവിടെ തിരുമ്പാൻ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഇനി മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ്. എന്നാലും നമുക്ക് മരങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലീനിങ് കൂടുതലാണ്. എന്നാലും ഇവിടെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു തണുപ്പാണല്ലോ അവ. ഇതുണ്ട് വയസ്സ് ഇവിടെ ഫുള്ള് മരമാണ്. വീടിന് ചുറ്റും മരമായതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് കൂളിംഗ് ഉണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് വെയിലടിച്ചിട്ട് ചൂടും കാര്യമൊന്നും ഫീൽ ചെയ്തിട്ടില്ല അല്ലേ അവേ. ഇതുവരെ വെയിലും കാര്യങ്ങളും അടിച്ചിട്ടേ നമുക്ക് ചൂടും കാര്യമൊന്നും ഫീൽ ചെയ്തിട്ടില്ലല്ലോ. നല്ല തണുപ്പും കാര്യങ്ങളാണ് കേട്ടാ. വീടിൻ്റെ റൈറ്റ് സൈഡ് കേട്ടോ, അതായത് കാറ് നിർത്തുന്ന അവിടെ നിന്നുള്ള സൈഡാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ തെങ്ങ്, പിന്നെ അതുപോലെ തന്നെ ആ സൈഡും തെങ്ങ്, പിന്നെ ബാക്കിൽ മൊത്തം മരങ്ങൾ അങ്ങനെ. പിന്നെ ഇത് വന്നിട്ട് അവരുടെ ഒരു പഴയൊരു ഇതാണ്. അതങ്ങനെ അവർ ഇട്ടിരിക്കുകയാണ്. അതിൽ യൂസും കാര്യമൊന്നുമില്ല. അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ, ഹോം ടൂർ. ആ മേലിൻ്റെ മറന്നുപോയി. എപ്പോഴും
ഒരു ഫ്ലോർ ആയതുകൊണ്ട് ബേബിക്കപ്പം ആ ശരിയാണ് കേട്ടാ, മേലെയുണ്ട് ഐസ്, മേലെയുണ്ട്, അത് മറന്നു. അപ്പോൾ നടന്നോ. അപ്പൊ ഇത് നമ്മളുടെ ഉള്ളിൽ കൂടെ തന്നെ മേലേക്ക് ഒരു സ്റ്റെയറും ഉണ്ട്. അപ്പൊ പോണ അവിടെ ഒരു വിൻഡോ ഉണ്ട്. പൊയ്ക്കോളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട് ഗൈസ്, നല്ലൊരു വൈബാണ് സത്യം. ഇതണ്ട ഇവിടെ കയറുന്ന സമയത്ത് നമ്മൾ നോർമൽ സ്റ്റെപ്പ് കയറി നേരെ ഡയറക്റ്റ് അങ്ങനെയല്ലേ, ഇവിടെ കണ്ട കുറച്ച് ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ കുറച്ച് വീതിയിൽ സ്റ്റെപ്പ് പോലെ നമുക്ക് ഇവിടെ ഒരു ലിവിങ്, ചെറിയൊരു ലിവിങ് ആണിത് അല്ലേ. അപ്പോൾ അവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇതാ നമ്മളുടെ സെക്കൻഡ് ബെഡ്റൂം അല്ലേ. ഇതാണ് ബേബി തിരുമ്പിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലമാറ എന്താണ് അവരുടെ തന്നെയാണ്. ഇതിൽ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഞങ്ങൾ റെഫ്യൂസ് അല്ല, പുതിയ ഡ്രസ്സുകളൊക്കെ ഇതിലാണ് വെച്ചിരിക്കുന്നത്. റെഫ്യൂസ് അല്ല, നമ്മൾ എപ്പോഴെങ്കിലും എടുക്കുന്ന സാധനങ്ങൾ അതിൽ വെച്ചു. കാരണം അത് ഡാമേജും വരില്ല, നമുക്ക് സാധനങ്ങൾ അവിടെ ഒതുങ്ങിയും കിടക്കുമല്ലോ. പിന്നെ മെയിൻ ബാത്റൂം കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവിടെ ബേബിയാണ്. കാരണം ഈ ബാത്റൂം കുറച്ച് വലിപ്പമുണ്ടായി, കുളിക്കാനൊക്കെ എനിക്കിതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് അല്ലേ. അപ്പോൾ ബേബിന്റെ ശീലം എനിക്കും വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്ത്? ഞാൻ ഇവിടെ വന്നിട്ടാണ് കുളിക്കാൻ. അത് താഴെ നമുക്ക് ബാത്റൂം കുഴപ്പമില്ലെന്നല്ല, അതായത് ബോറല്ല, കുറച്ച് ചെറുതായതുകൊണ്ട് വെള്ളം പുറത്തേക്ക് വരാൻ. അമ്മയും അമ്മൂമ്മയും എല്ലാവരും കൂടെ വന്നു പറഞ്ഞാൽ ചില സമയത്തൊക്കെ മാക്സിമം ഞങ്ങൾ ഇവിടെ ഇരിക്കുക. പുറത്ത് മേലെ വന്നിരിക്കും. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള റൂമാണ് ഇവിടെ. മേലെ പോവാന്ന് പറയും. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്രാവശ്യം എന്നത്തെയും പോലെയല്ല, നമുക്ക് എല്ലാ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. നമുക്ക് ഇപ്രാവശ്യം റൂഫ് കിട്ടിയിട്ടുണ്ട്. അതായത് റൂഫ് എല്ലാ പ്രാവശ്യം ഉണ്ടാവും, പക്ഷെ ഷീറ്റ് ഇട്ടിട്ട് ആദ്യമായിട്ട് കിട്ടുന്നത്. അതായത് നമുക്ക് കൂടുതലും വേണ്ട സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വെക്കുക. പിന്നെ തിരുമ്പി ഇടുകയാണെങ്കിലും നോക്കണ്ട, ഇവിടെയൊക്കെ ഇത്ര ഐറ്റംസ് ഒക്കെ. ഇതാണ് ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരുമ്പിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഫുള്ള് ബെഡ്ഷീറ്റുകൾ പുതിയതും എല്ലാം ഞങ്ങൾ ഫുള്ള് തിരുമ്പി യൂസ് ചെയ്യാന്നുകൊണ്ട് എല്ലാം ഫുള്ള് തിരുമ്പിയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് റൂഫിങ് ഇത്രയും സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇവിടെയും വന്നിരിക്കുക. അതാ ഈ സെറ്റ് ചെയ്യണ്ട, ഈ സെറ്റ് വന്നിട്ട് ആ ലിവിങ്ങിലുണ്ടായിരുന്നു, ഞങ്ങൾ പുറത്തെടുത്ത് വെച്ചു. നമുക്ക് പുറത്ത് വന്ന് ഇരിക്കാനൊക്കെ സുഖമായിട്ട് ഇവിടെ ഇരിക്കാം എന്നൊരു ഇത് കൊണ്ട് ഞങ്ങൾ പുറത്തെടുത്ത് വെച്ചു അല്ലേ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ടോട്ടൽ വീട്ടിനെല്ലാം കാണിച്ചു ഞങ്ങൾ വിചാരിക്കുന്നു അല്ലേ. അല്ല, ഒരു കാര്യം മറന്നു, എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ടോട്ടൽ 3 ബെഡ്റൂം ഉണ്ട് അല്ലേ. 3 ബെഡ്റൂമിൽ വന്നിട്ട് അവരുടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ. അപ്പോൾ ഞങ്ങൾ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു ഒരു ബെഡ്റൂമിലേക്ക് മാറ്റിയിട്ട് ക്ലോസ് ചെയ്തു. കാരണം അവർ പുറത്തായതുകൊണ്ട് അവർക്ക് എവിടേക്ക് മാറ്റാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ റൂമിൽ വെച്ച് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ താഴെ ഒരു ബെഡ്റൂം എക്സ്ട്രാ ഉണ്ടായി, ഞങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ യൂസ് ചെയ്യുന്നത് 2 ബെഡ്റൂമിലും താഴെ ഒന്ന് മേലെ ഒന്ന്, അങ്ങനെ 2 ബെഡ്റൂമാണ്. അത് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ് നമ്മള് മുന്നിട്ട് ലാസ്റ്റത്തെ വീഡിയോയിലാണോ എന്ന് എനിക്കറിയില്ല, ആരോ കമന്റ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചേഞ്ച് ആവണം വീട് കെട്ടിക്കൂടെ എന്നുള്ളത്. അപ്പോ ഞങ്ങളിപ്പോ മാരേജ് കഴിഞ്ഞിട്ട് 4 വർഷമായി. 4 വർഷം ആവണോ പറയാലോ, 4 വർഷമായി. അപ്പോ അതിന്റെ ഇടയിൽ ഇപ്പൊ 6ാമത്തെ വീടാണ് ഇത് അല്ലേ. സത്യം 6ാമത്തെ 5ാമത്തെ വീടാണ്, കറക്റ്റ് ആയിട്ട് തോന്നില്ല, 6ാമത്തെയാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഈ 6ാമത്തെ വീട് എന്ന് പറയുന്ന സംഭവം ഓരോരോ വീട്ടിലും ഓരോരോ സിറ്റുവേഷൻ, ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ കൊടുക്കാനുണ്ടാവുക, അങ്ങനെയൊക്കെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീട് മാറിക്കൊണ്ടേയിരിക്കുന്നത്. അതായത് ഒന്നും ഞങ്ങൾ വേണം പറഞ്ഞിട്ട് മാറണമെന്ന് വിചാരിച്ച് മാറുന്നതല്ല. അത് ഒരു വീട് മാത്രം ഉണ്ടായിരുന്നു അല്ലേ, ഞങ്ങൾ വേണം പറഞ്ഞിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും നമ്മൾ വേണം വെച്ച് മാറുന്നതല്ല. പിന്നെ അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ ഈ വാടക വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നും അതിൽ തന്നെ ഇരിക്കണം എന്ന് ഒരിക്കലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. സ്വന്തമായിട്ട് വീട് വേണം തന്നെയാണ്. എല്ലാവർക്കും ഒരു ടൈം ഉണ്ട് വീട് കെട്ടാനും എല്ലാത്തിനും എല്ലാവർക്കും ഒരു ടൈം ഉണ്ട്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. അല്ല, ഞങ്ങളുടെ പൊതുവെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിച്ചു തരാറുള്ളൂ. പക്ഷെ എത്തിച്ചു തരുന്ന സാധനം കുറച്ച് വൃത്തിയായിട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇതാവാറുള്ളൂ അല്ലേ. ഒരു ഇതിൽ പോയി പെടുന്ന പോലെ എപ്പോഴും ഞങ്ങൾക്ക് വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. സമയത്ത് ചിലപ്പോൾ പെടും അല്ലെങ്കിൽ പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ കുറെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ടൈം കിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഞങ്ങൾ കുറെ നെഗറ്റീവ് എനർജികളിലേക്ക് ഞങ്ങൾ ഒഴിവാക്കി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിനെ മാത്രം വെച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ലൈഫിൽ അതാണ് കുറച്ച് ബെറ്റർ ആയി തോന്നി. ഇപ്പൊ അതുമായിട്ട് മൂവ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്കിപ്പോ ഞങ്ങൾക്കില്ലേ അതൊന്ന്. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമുക്ക് ലൈഫിൽ കുറേ ആൾക്കാർ വരും, കുറേ പേര് പോവും, എല്ലാം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ തീരുമാനിക്കുക ആരാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആരെങ്കിലും കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ തട്ടിവിടുക. അത് നമുക്ക് ഏറ്റവും നല്ലൊരു ആലോചിക്കാൻ പറ്റില്ല. ഒരു സംഭവം പോലും നമ്മളവിടെ ആലോചിക്കാൻ, കാരണം നമ്മൾ ചിന്തിക്കുന്നവർ പോലെ ആയിരിക്കില്ല അവർ നമ്മളെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. കട്ടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെറുക്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ വിഷയമല്ല. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഓക്കെയാണ് എല്ലാം കൊണ്ട്. ഇപ്പോഴാണ് ഞങ്ങളുടെ ലൈഫ് ഒന്ന് കറക്റ്റ് ആയിട്ട് പോണത്. അതായത് ഞങ്ങളിപ്പോ ഈ ഒരു ഫീൽഡിൽ വന്നാലും എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ തന്നെ തീരുമാനിച്ച് ഞങ്ങൾ തന്നെ ചെയ്ത് ഒരാളിനെ ഇൻക്ലൂഡ് ആക്കാനാണ് ചെയ്യാറ്. പക്ഷെ ഓരോരുത്തർ കയറി സംഭവങ്ങൾ വരുന്നത് കൊണ്ട് ഞങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യാൻ കുറച്ച്
കുറച്ചങ്ങനെ പോയി തന്നെ ലൈഫ് കുറച്ച് പോയി എന്ന് തന്നെ പറയാം. പക്ഷെ ഇനി എന്തായാലും ഞങ്ങൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇപ്പൊ തൊട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പൊ എന്തായാലും മറ്റേ വീടിന്റെ കാര്യം ചോദിച്ചത് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുക. അതെ, അത്രേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഹോം ടൂർ വീഡിയോയിലോ ഇനി പറഞ്ഞ് പറയണ്ടോ ചേച്ചിക്ക്? എനിക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇനി ഓരോരോ വീഡിയോസിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് പ്രഗ്നന്റ് ആണല്ലോ, അപ്പോൾ പ്രഗ്നൻസി അപ്ഡേറ്റ് ഒക്കെ എന്തായി എന്നൊക്കെ റീൽ ഇടുന്നോണ്ട് ആർക്കും അറിയില്ല. നമ്മൾ റീൽസ് ഓരോ കണ്ടന്റുകൾ ഇടുന്നല്ലേ, അപ്പൊ പ്രഗ്നൻസി അപ്ഡേറ്റ് ഒന്നും ആർക്കും അറിയില്ല. അപ്പൊ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മെല്ലെ മെല്ലെ ചെയ്യട്ടെ. ഞങ്ങൾ ഇവിടെ ഒന്നും സെറ്റായി, ഇവിടെ അങ്ങോട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വീഡിയോ ഇടട്ടെ ഗൈസ്. ഇപ്പൊ ഒന്നും എല്ലാ തിരക്കുകളും ഞങ്ങൾക്ക് ഒതുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വാക്ക് പറയുന്നത്. അതെ, മാക്സിമം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്, ഇവിടെ എല്ലാം ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അധികം ഇതില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു സംഭവങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഞങ്ങൾ റിവീൽ ചെയ്യുന്നുള്ളൂ അവ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഗൈസ് ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം ഞങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.